നമസ്കാരം. റോഡുകൾ മികച്ചതായാൽ പിന്നെ ഇന്ത്യയിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായി മാറുന്നത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമില്ലാത്ത അമിത വേഗമായിരിക്കും. ഈ അമിത വേഗത്തിന് കടിഞ്ഞാണിടാനുള്ള പ്രധാന മാർഗമാണ് AI ക്യാമറകൾ. ഈ ക്യാമറകളിലൂടെ പിഴ വന്നു തുടങ്ങിയതോടെ അതിനെ മറികടക്കാനുള്ള സൂത്രങ്ങളും പലരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിലർക്കെങ്കിലും AI ക്യാമറകളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരം മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി ശരിക്കും AI ക്യാമറകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? ഇത്തരം ആപ്ലിക്കേഷനുകൾ നിയമപരമായി സാധ്യതയുള്ളതാണോ എന്നൊക്കെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി തുറന്നുകൊടുത്തിട്ടുള്ള ബംഗളൂരു മൈസൂരു ദേശീയപാത 275 അമിത വേഗതയെ തുടർന്ന് നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെയാണ് അധികൃതർ അമിത വേഗം നിയന്ത്രിക്കാനായി AI ക്യാമറകൾ അവതരിപ്പിച്ചത്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ AI ക്യാമറകൾ പിഴ കൈയോടെ അയക്കും. ആദ്യഘട്ടത്തിൽ 60 AI ക്യാമറകളാണ് ദേശീയപാത 275 സ്ഥാപിച്ചിരുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററിലേറെ വേഗതയുള്ള വാഹനങ്ങളെ ഈ AI ക്യാമറകൾ നിരീക്ഷിക്കും. അമിത വേഗതയുള്ള വാഹനങ്ങൾക്ക് 1000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. ഇനി വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററിലും കൂടുതലാണെങ്കിൽ FIR വരെ നേരിടേണ്ടി വരും. 2024 ഓഗസ്റ്റ് മുതൽ ഇതിനുള്ള നിയമവും നിലവിൽ വന്നിരുന്നു. ഇത്തരം AI ക്യാമറകൾ നിശ്ചിത ദൂരം വരെ വാഹനങ്ങളുടെ വേഗത കണക്കുകൂട്ടാൻ സാധിക്കുന്നവയാണെന്നും ശ്രദ്ധേയമാണ്. സ്ഥിരമായി AI ക്യാമറകൾ പിഴ വിധിച്ചതോടെയാണ് AI ക്യാമറകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന റഡാർ സ്പീഡ് ക്യാമറ ഡിറ്റക്ടർ പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ പ്രചാരം വർദ്ധിച്ചത്. സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നവയാണ് ഇവ. പലതിലും പ്രീമിയം ഓപ്ഷനായി അധിക വിവരങ്ങളും നൽകുന്നുണ്ട്. AI സ്പീഡ് ക്യാമറകളുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം ആപ്പുകൾ ചെയ്യുന്നത്. മുന്നറിയിപ്പ് ലഭിക്കുന്നതോടെ AI ക്യാമറകൾക്ക് മുമ്പേ വേഗം കുറയ്ക്കാനും അതുവഴി പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാവാനും സാധിക്കുമെന്നാണ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ കണക്കുകൂട്ടൽ. അടുത്ത ക്യാമറ വരെ പിന്നെയും വേഗത കൂട്ടുകയും ചെയ്യാം. ഇതുവരെ വിജയകരമായി പിഴ ഒഴിവാക്കാൻ സാധിച്ചെന്നാൽ പല ആപ്പ് ഉപയോക്താക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള വെല്ലുവിളി സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ മറികടക്കാനാണ് കർണാടക പോലീസിന്റെ ശ്രമം. ആപ്പുകൾ ഉപയോഗിച്ച് AI ക്യാമറയെ മറികടക്കുന്ന ഡ്രൈവർമാരുടെ സൂത്രം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്ന് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി ADGP അലോക് കുമാർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ വഴി എപ്പോഴും AI ക്യാമറകളെ പറ്റിക്കാനാവില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഒരു വാഹനത്തിന്റെ വേഗത മാത്രമല്ല, നിശ്ചിത ദൂരം എത്ര വേഗത്തിൽ മറികടന്നു എന്ന കണക്ക് കൂട്ടാനും AI ക്യാമറയ്ക്ക് സാധിക്കും. AI ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ മാത്രം വേഗം കുറച്ച് പിന്നീട് വേഗം കൂട്ടുന്നവരെ 2 AI ക്യാമറകൾക്കിടയിലെ ശരാശരി വേഗം കണക്കാക്കി കുടുക്കാനാകും. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനുകളെ മാത്രം വിശ്വസിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് അത് എപ്പോഴും ഫലപ്രദമാവില്ലെന്ന് മാത്രം ഓർക്കേണ്ടതാണ്. ഇത്തരം ക്യാമറ ഡിറ്റക്ടർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിന് നിയമപരമായ അനുമതി ഇല്ലെന്നതാണ് മറ്റൊരു വസ്തുത. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുള്ള ഇത്തരം ആപ്ലിക്കേഷനുകളെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തരവാദിത്തമുള്ളവർ ചെയ്യേണ്ടത്. കാരണം റോഡുകളിലെ വേഗത നിയന്ത്രണം വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് നടപ്പിൽ വരുത്തുന്നത്. റോഡുകളുടെ നിലവാരം, ഭൂപ്രകൃതി, ഗതാഗത തിരക്ക് എന്നിങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഓരോ റോഡുകളിലും വേഗം തീരുമാനിക്കുന്നത്. ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അപകട സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്.